ക്വസ്റ്റ്യൻ ദേശീയ യുവജനാഘോഷത്തിൻ്റെ ജനുവരി 12 ഭാഗമായി 2020 നാഷണൽ യൂത്ത് ഫെസ്റ്റിവൽ സംഘടിപ്പിച്ചതെവിടെ? ദേശീയ യുവജനാഘോഷത്തിൻ്റെ ഭാഗമായി 2020 നാഷണൽ യൂത്ത് ഫെസ്റ്റിവൽ സംഘടിപ്പിച്ചതെവിടെ? ഓപ്ഷൻസ് എ ലക്നൗ, ഓപ്ഷൻ ബി നോയിഡ, ഓപ്ഷൻ സി ബാംഗ്ലൂർ, ഓപ്ഷൻ ഡി ഹൈദരാബാദ്. ആൻസർ ഓപ്ഷൻ എ ലക്നൗ. കണക്റ്റഡ് ഫാക്ട്സ് നോക്കാം. ജനുവരി 12 ദേശീയ യുവജനദിനമായി ആഘോഷിക്കുന്നത് ആരുടെ ജന്മദിനമാണ്? സ്വാമി വിവേകാനന്ദൻ. സ്വാമി വിവേകാനന്ദൻ്റെ ജനനം 1863 ജനുവരി 12. ദേശീയ യുവജനോത്സവം ആരംഭിച്ചത് 1995. 26ാമത് നാഷണൽ യൂത്ത് ഫെസ്റ്റിവൽ നടന്നത് ഹുബ്ബള്ളി, കർണാടക. ജനുവരി 12 ദേശീയ യുവജന ദിനമായി ആഘോഷിക്കുന്നത് ആരുടെ ജന്മദിനമാണ്? സ്വാമി വിവേകാനന്ദൻ. സ്വാമി വിവേകാനന്ദൻ്റെ ജനനം 1863 ജനുവരി 12. ദേശീയ യുവജനോത്സവം ആരംഭിച്ചത് 1995. 26ാമത് നാഷണൽ യൂത്ത് ഫെസ്റ്റിവൽ നടന്നത് ഹുബ്ബള്ളി, കർണാടക. ചിക്കാഗോയിൽ വെച്ച് നടന്ന ലോകമത സമ്മേളനത്തിൽ വിവേകാനന്ദൻ പങ്കെടുത്തത് 1893 സെപ്റ്റംബർ 11. സ്വാമി വിവേകാനന്ദൻ കേരളം സന്ദർശിച്ച വർഷം 1892. സ്വാമി വിവേകാനന്ദൻ ശ്രീരാമകൃഷ്ണ മിഷൻ ആരംഭിച്ച വർഷം 1897. സ്വാമി വിവേകാനന്ദൻ്റെ ശിഷ്യയായ വനിത മാർഗരറ്റ് എലിസബത്ത് നോബിൾ, സിസ്റ്റർ നിവേദിത. അപ്പോൾ ചിക്കാഗോയിൽ വെച്ച് നടന്ന ലോകമത സമ്മേളനത്തിൽ വിവേകാനന്ദൻ പങ്കെടുത്തത് 1893 സെപ്റ്റംബർ 11. സ്വാമി വിവേകാനന്ദൻ കേരളം സന്ദർശിച്ച വർഷം 1892. സ്വാമി വിവേകാനന്ദൻ ശ്രീരാമകൃഷ്ണ മിഷൻ ആരംഭിച്ച വർഷം 1897. സ്വാമി വിവേകാനന്ദൻ്റെ ശിഷ്യയായ വനിത മാർഗരറ്റ് എലിസബത്ത് നോബിൾ, സിസ്റ്റർ നിവേദിത. അടുത്ത ക്വസ്റ്റ്യൻ 2020 രാജ്യാന്തര യോഗാ ദിനത്തിന് വേദിയായ സ്ഥലം? ഓപ്ഷൻസ് എ കാൺപൂർ, ഓപ്ഷൻ ബി ലേ, ഓപ്ഷൻ സി അഹമ്മദാബാദ്, ഓപ്ഷൻ ഡി നാസിക്. ആൻസർ ഓപ്ഷൻ ബി ലേ. കുറച്ച് ക്വസ്റ്റ്യൻസ് നോക്കാം. ഐക്യരാഷ്ട്ര സംഘടന യോഗാ ദിനം ആചരിച്ചു തുടങ്ങിയ വർഷം 2015 ജൂൺ 21. 6ാമത് അന്താരാഷ്ട്ര യോഗാ ദിനത്തിന് വേദിയായ സ്ഥലം ലേ. 2023 അന്താരാഷ്ട്ര യോഗാ ദിനത്തിന് വേദിയായ സ്ഥലം ജബൽപൂർ, മധ്യപ്രദേശ്. തീം യോഗ ഫോർ വെൽനസ്. അപ്പോൾ ഐക്യരാഷ്ട്ര സംഘടന യോഗാ ദിനം ആചരിച്ചു തുടങ്ങിയ വർഷം 2015 ജൂൺ 21. 6ാമത് അന്താരാഷ്ട്ര യോഗാ ദിനത്തിന് വേദിയായ സ്ഥലം ലേ. 2023 അന്താരാഷ്ട്ര യോഗാ ദിനത്തിന് വേദിയായ സ്ഥലം ജബൽപൂർ, മധ്യപ്രദേശ്. തീം യോഗ ഫോർ വെൽനസ്. ക്വസ്റ്റ്യൻ നാഷണൽ ബുക്ക് ട്രസ്റ്റിൻ്റെ ആഭിമുഖ്യത്തിൽ 2020 ജനുവരിയിൽ വേൾഡ് ബുക്ക് ഫെയർ നടന്നതെവിടെ? ഓപ്ഷൻസ് എ ഗോവ, ഓപ്ഷൻ ബി ന്യൂഡൽഹി, ഓപ്ഷൻ സി മുംബൈ, ഓപ്ഷൻ ഡി ചെന്നൈ. ആൻസർ ഓപ്ഷൻ ബി ന്യൂഡൽഹി. ക്വസ്റ്റ്യൻ 2020 കോമൺവെൽത്ത് ചെറുകഥാ പുരസ്കാരം നേടിയ ഇന്ത്യൻ സാഹിത്യകാരി? 2020 കോമൺവെൽത്ത് ചെറുകഥാ പുരസ്കാരം നേടിയ ഇന്ത്യൻ സാഹിത്യകാരി? ഓപ്ഷൻസ് എ ശൈലി ചോപ്ര, ഓപ്ഷൻ ബി ജുംപ ലാഹിരി, ഓപ്ഷൻ സി അനിത നായർ, ഓപ്ഷൻ ഡി കൃതിക പാണ്ഡെ. ആൻസർ ഓപ്ഷൻ ഡി കൃതിക പാണ്ഡെ. ക്വസ്റ്റ്യൻ ചുവടെ ചേർത്തിട്ടുള്ളവയിൽ ഇന്ത്യയേക്കാൾ വലിപ്പമുള്ള രാജ്യം ഏതാണ്? ഓപ്ഷൻസ് എ ബ്രസീൽ, ഓപ്ഷൻ ബി ഫ്രാൻസ്, ഓപ്ഷൻ സി ഈജിപ്ത്, ഓപ്ഷൻ ഡി ഇറാൻ. ആൻസർ ഓപ്ഷൻ എ ബ്രസീൽ. ഇതുമായി ബന്ധപ്പെട്ട 2 ക്വസ്റ്റ്യൻ നോക്കാം. ഇന്ത്യയേക്കാൾ വലിപ്പമുള്ള രാജ്യങ്ങൾ? റഷ്യ, കാനഡ, ചൈന, അമേരിക്ക, ബ്രസീൽ, ഓസ്ട്രേലിയ. ലോകരാജ്യങ്ങൾക്കിടയിൽ വലുപ്പത്തിൽ ഇന്ത്യയുടെ സ്ഥാനം? 7. അടുത്ത ക്വസ്റ്റ്യൻ ഇന്ത്യയുടെ അക്ഷാംശ വ്യാപ്തി പറയുന്നത് 8 ഡിഗ്രി 4 മിനിറ്റ് നോർത്ത്, 37 ഡിഗ്രി 6 മിനിറ്റ് നോർത്ത്. ഇതുമായി ബന്ധപ്പെട്ട കുറച്ച് ക്വസ്റ്റ്യൻസ് നോക്കാം. ഇന്ത്യയുടെ രേഖാംശ വ്യാപ്തി എന്ന് പറയുന്നത് 68 ഡിഗ്രി 7 മിനിറ്റ് ഈസ്റ്റ് ടു
97 ഡിഗ്രി 25 മിനിറ്റ് ഈസ്റ്റ്. ഇന്ത്യയുടെ വിസ്തീർണം 32,87,263 ചതുരശ്ര കിലോമീറ്റർ. ഇന്ത്യയുടെ തെക്ക് വടക്ക് നീളം 3214 കിലോമീറ്റർ. ഇന്ത്യയുടെ കിഴക്ക് പടിഞ്ഞാറ് വീതി 2933 കിലോമീറ്റർ. അപ്പോൾ ഇന്ത്യയുടെ രേഖാംശ വ്യാപ്തി പറയുന്നത് 68 ഡിഗ്രി 7 മിനിറ്റ് ഈസ്റ്റ് ടു 97 ഡിഗ്രി 25 മിനിറ്റ് ടു ഈസ്റ്റ്. ഇന്ത്യയുടെ വിസ്തീർണം 32,87,263 ചതുരശ്ര കിലോമീറ്റർ. ഇന്ത്യയുടെ തെക്ക് വടക്ക് നീളം 3214 കിലോമീറ്റർ. ഇന്ത്യയുടെ കിഴക്ക് പടിഞ്ഞാറ് വീതി 2933 കിലോമീറ്റർ. അടുത്ത ക്വസ്റ്റ്യൻ, ഇന്ത്യയിലെ ഏറ്റവും വലിയ പീഠഭൂമി. ഓപ്ഷൻസ്: എ മാൾവ പീഠഭൂമി, ഓപ്ഷൻ ബി ഡെക്കാൻ പീഠഭൂമി, ഓപ്ഷൻ സി വിന്ധ്യ പീഠഭൂമി, ഓപ്ഷൻ ഡി ബേരുൾ പീഠഭൂമി. ആൻസർ ഓപ്ഷൻ ബി ഡെക്കാൻ പീഠഭൂമി. ഡെക്കാൻ പീഠഭൂമി ഉപദ്വീപീയ പീഠഭൂമിയുടെ തെക്കുഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന പീഠഭൂമി ഡെക്കാൻ പീഠഭൂമി. പശ്ചിമഘട്ടം, പൂർവ്വഘട്ടം എന്നീ മലനിരകൾക്കിടയിലായി സ്ഥിതി ചെയ്യുന്ന പീഠഭൂമി ഡെക്കാൻ പീഠഭൂമി. ഇന്ത്യയിലെ ഏറ്റവും വലിയ പീഠഭൂമി ഡെക്കാൻ പീഠഭൂമി. ലോകത്തിലെ ഏറ്റവും വലിയ ലാവ പീഠഭൂമി ഡെക്കാൻ പീഠഭൂമി. അപ്പോൾ ഉപദ്വീപീയ പീഠഭൂമിയുടെ തെക്ക് ഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന പീഠഭൂമി ഡെക്കാൻ പീഠഭൂമി. പശ്ചിമഘട്ടം, പൂർവ്വഘട്ടം എന്നീ മലനിരകൾക്കിടയിലായി സ്ഥിതി ചെയ്യുന്ന പീഠഭൂമി ഡെക്കാൻ പീഠഭൂമി. ഇന്ത്യയിലെ ഏറ്റവും വലിയ പീഠഭൂമി ഡെക്കാൻ പീഠഭൂമി. ലോകത്തിലെ ഏറ്റവും വലിയ ലാവ പീഠഭൂമി ഡെക്കാൻ പീഠഭൂമി. ത്രികോണാകൃതിയിൽ നർമ്മദ നദിയുടെ തെക്കുഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന പീഠഭൂമി ഡെക്കാൻ പീഠഭൂമി. സഹ്യാദ്രി, നീലഗിരി, ആനമലൈ, കാർഡമം ഹിൽസ് എന്നിവ ഡെക്കാൻ പീഠഭൂമിക്ക് പടിഞ്ഞാറൻ ഭാഗത്തായി കാണപ്പെടുന്നത്. സഹ്യാദ്രി, നീലഗിരി, ആനമലൈ, കാർഡമം ഹിൽസ് എന്നിവ ഡെക്കാൻ പീഠഭൂമിക്ക് പടിഞ്ഞാറ് ഭാഗത്തായി കാണപ്പെടുന്നു. ഡെക്കാൻ പീഠഭൂമിയുടെ വടക്ക് കിഴക്ക് സ്ഥിതി ചെയ്യുന്ന പ്രധാന കുന്നുകൾ മൈക്കല നിരകൾ, മഹാദേവ് കുന്നുകൾ, കൈമൂർ കുന്നുകൾ. അപ്പോൾ ത്രികോണാകൃതിയിൽ നർമ്മദ നദിയുടെ തെക്കുഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന പീഠഭൂമി ഡെക്കാൻ പീഠഭൂമി. സഹ്യാദ്രി, നീലഗിരി, ആനമലൈ, കാർഡമം ഹിൽസ് എന്നിവ ഡെക്കാൻ പീഠഭൂമിക്ക് പടിഞ്ഞാറൻ ഭാഗത്തായി കാണപ്പെടുന്നു. ഡെക്കാൻ പീഠഭൂമിയുടെ വടക്ക് കിഴക്ക് സ്ഥിതി ചെയ്യുന്ന പ്രധാന കുന്നുകളാണ് മൈക്കല നിരകൾ, മഹാദേവ് കുന്നുകൾ, കൈമൂർ കുന്നുകൾ. ഡെക്കാൻ പീഠഭൂമിയിലുള്ള പ്രധാന ആഗ്നേയശില ബസാൾട്ട്. ഡെക്കാൻ പീഠഭൂമിയിലെ പ്രധാന മണ്ണിനം കറുത്ത മണ്ണ്. ഡെക്കാനിൻ്റെ രാജ്ഞി എന്നറിയപ്പെടുന്ന പട്ടണം പൂനെ, മഹാരാഷ്ട്ര. അപ്പോൾ ഡെക്കാൻ പീഠഭൂമിയിലുള്ള പ്രധാന ആഗ്നേയശില ബസാൾട്ട്. ഡെക്കാൻ പീഠഭൂമിയിലെ പ്രധാന മണ്ണിനം കറുത്ത മണ്ണ്. ഡെക്കാനിൻ്റെ രാജ്ഞി എന്നറിയപ്പെടുന്ന പട്ടണം പൂനെ, മഹാരാഷ്ട്ര. ഡെക്കാൻ പീഠഭൂമിയുടെ വടക്ക് പടിഞ്ഞാറ് ഭാഗത്ത് ലാവ തണുത്തുറഞ്ഞുണ്ടായ മേഖല ഡെക്കാൻ ട്രാപ്പ് മേഖല. ഡെക്കാൻ പീഠഭൂമിയിലൂടെ ഒഴുകുന്ന പ്രധാന നദികൾ മഹാനദി, ഗോദാവരി, കൃഷ്ണ, കാവേരി. അപ്പോൾ ഡെക്കാൻ പീഠഭൂമിയുടെ വടക്ക് പടിഞ്ഞാറ് ഭാഗത്ത് ലാവ തണുത്തുറഞ്ഞുണ്ടായ മേഖല ഡെക്കാൻ ട്രാപ്പ് മേഖല എന്നറിയപ്പെടുന്നു. ഡെക്കാൻ പീഠഭൂമിയിലൂടെ ഒഴുകുന്ന പ്രധാന നദികൾ മഹാനദി, ഗോദാവരി, കൃഷ്ണ, കാവേരി.